ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കുറിച്ചൊക്കെ ഒരുപാട് നല്ല കമൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അടുത്ത ഈ വീഡിയോ ചെയ്യൂ, ഈ ആനയുടെ വീഡിയോ ചെയ്യൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉത്സവ സീസൺ ആണ്. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്ന ആനകൾ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും തന്നെ എനിക്ക് എപ്പിസോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നില്ല. കാരണം അത്രയും അധികം ആനകൾ ഇപ്പോൾ ബിസിയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഉത്സവത്തിൻ്റെ ഒരു തിരക്കാണ്. പക്ഷെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേളശ്ശേരി കണ്ണന്റെ വീട്ടിലാണ്. കണ്ണന്റെ വീടിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ കണ്ണന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പൊ നമ്മൾ കണ്ണന്റെ വിശേഷത്തിലേക്ക് കടക്കുവാണ്. കണ്ണനെ വഴി നടത്തുന്നത് ഷിയാസിക്ക. എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു മുഖമാണ്. പേര് കേട്ട ഒരു ചട്ടക്കാരനാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് പറയൂ, കണ്ണൻ കുട്ടിയുടെ വിശേഷങ്ങൾ പറയൂ. കണ്ണൻ എന്താ പ്രത്യേകതകൾ? പ്രത്യേകത എന്ന് വെച്ചാല് പുള്ളി നേരത്തെ വയലന്റ് ആണ്, ഇപ്പൊ സൈലന്റ് ആണ്. എനിക്ക് പറയാനുള്ളത് ആണ്. നേരത്തെ വയലന്റ് ആയിരുന്നു, ഇപ്പൊ സൈലന്റ്. അതെങ്ങനെയാണ് ആ ട്രിക്ക്? എന്താണ് അങ്ങനെ ട്രിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരോടുള്ള ഓരോ ഇഷ്ടം അത് കാണിക്കും. വന്ന സമയത്ത് അപ്പം എന്തായിരുന്നു മൂപ്പരുടെ രീതികളൊക്കെ? പല രീതിയിലായിരുന്നു ആള്. ഇപ്പൊ കേറിയിട്ട് എത്ര നാളായി? 1.5 കൊല്ലം. അപ്പൊ വന്ന സമയത്ത് കുറച്ച് വയലന്റ് ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ആ സമയത്ത്? എന്തൊക്കെയായിരുന്നു? പുള്ളി ഈ ഫ്രണ്ടില് നമ്മള് വൈകുന്നേരം കെട്ടിട്ട് പോകുമ്പോൾ ആ വാർജങ്ങളെ അയച്ചുകളയും. സ്വന്തമായിട്ട് അയക്കും. ആണോ? അത് അയച്ചുകളഞ്ഞാൽ പിന്നെ ആരും കയറ്റിക്കില്ല, അടുത്തേക്ക് അടുപ്പിക്കുക. അത് ഏത് ചട്ടക്കാരനാന്ന് ഞാൻ ഓടിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു ദുശീലമുണ്ട്. അതിപ്പോ കുഴപ്പമില്ല. അത് സ്വന്തമായിട്ട് അതിന്റെ കൈവച്ച് അഴിക്കാൻ പറ്റും. അതിനത് അത് സ്വന്തമായിട്ട് അഴിക്കും. അത് എന്നിട്ട് ചങ്ങലയും തള്ളി കളഞ്ഞിട്ട് ബാക്കിലെ ചങ്ങല അഴിക്കില്ല, ഫ്രണ്ടില് നമ്മള് വലിച്ച് മുമ്പോട്ട് കെട്ടുന്നത് അഴിച്ചളയാം. എന്നിട്ട് പിന്നെ കറങ്ങും കിടക്കുന്നുണ്ട്, അതിലെ കറങ്ങി നടക്കും. എന്നിട്ട് നമ്മള് വരുമ്പോ നമ്മള് ഓടിക്കും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അതൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. മാറ്റമൊന്നുമല്ല, ഇപ്പൊ നമ്മള് അഴിച്ച് വന്നാലും എന്നെ കാണുവാനാ നമ്മുടെ അടുത്ത് കുഴപ്പമില്ല. ഈ സമയം വരെ എന്റെ അടുത്ത് 2 പേർക്ക് എന്റെ അടുത്ത് വിഷയം ഉണ്ടാക്കി. 2 പേർക്ക് കൊണ്ട് 3-ാമത്തെ അടുത്ത് അത് മാറ്റി കൊടുത്തു. ഇപ്പൊ കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് ഈ സമയം വരെ ഒരു വിഷയമില്ല. അങ്ങനെ ഒരു ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു വഴക്കോ വെക്കാണ് നമ്മുടെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് വന്ന് കയറണം. നമ്മളെ 1.5 കൊല്ലമായിട്ട് ഞാൻ തന്നെ കയറണം. പിന്നെന്താ മാറ്റങ്ങൾ വരുത്തിയത്? ഇതേപോലെ കുറുമ്പ് ഏതായിരുന്നു കയ്യില്? പിന്നെ അത് എന്ത് കുറുമ്പായിരുന്നു കയ്യിലുള്ള? പിന്നെ കുറുമ്പ് വെച്ചാല് പൂരപ്പുറമ്പില് എന്തോ സീൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണു, എനിക്കറിയില്ല. നമ്മള് ഞാൻ ആദ്യമായിട്ട് കാണണം. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് മണ്ണാർക്കാട് വെച്ചാ കാണുന്നത്. മണ്ണാർക്കാടായിരുന്നു ഞാൻ കൂടുതൽ നിന്നത്. അപ്പൊ അവിടെ വെച്ച് ഞാൻ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 1.5 കൊല്ലമായി ഇപ്പം ഈ മുതലാളിയുടെ കയ്യിൽ നിന്ന് കയറാൻ തുടങ്ങി. ഈ മുതലാളിയുടെ അടുത്തേക്ക് വന്നപ്പോഴല്ലേ കയറിയത്? ഈ മുതലാളിയുടെ അടുത്ത് വന്ന പിന്നെ കയറി. ഇപ്പൊ പരിപാടികൾ എടുക്കുന്നുണ്ട്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ പരിപാടികൾക്ക് പോകുമ്പോ
പരിപാടിയൊക്കെ ആകുമ്പോ കുഴപ്പമൊന്നുമില്ല. ഡീസന്റ് ആണ്. എന്റെ കൂട്ടത്തിൽ ഇപ്പം 2 പേരുണ്ട്. പ്രഭു എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ പുള്ളിക്കും സെറ്റാണ്. അപ്പൊ പിന്നെ ഞങ്ങള് പരിപാടിക്ക് പോകുമ്പോ നമുക്കൊരാൾക്ക് ഒരു ആപത്ത് എനിക്കൊന്ന് എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്കൊന്ന് മാറിപ്പോണെന്ന് വെച്ചാലും പ്രഭുവിനെ വെച്ചിട്ട് നമുക്ക് പോവാം. അപ്പൊ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും പോവാം. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആള് സൈലന്റ് എന്താണെങ്കിൽ ആണല്ലേ. ഓക്കെ. പിന്നെന്താ, അതായത് ഇപ്പം ഓരോ ആനകൾക്കും ഓരോ പ്രത്യേകതകൾ ഉള്ളത് പോലെ തന്നെ ഇപ്പൊ ഈ കുറുമ്പല്ലാതെ മൊത്തത്തില് മൂപ്പര് നല്ല സമയത്ത് എന്തൊക്കെയാ സ്വഭാവങ്ങള് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്? ഈ കുറുമ്പൊഴിച്ചാൽ ബാക്കിയുള്ള രീതികളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാല് പുള്ളി അങ്ങനെ ഒരു ഞാൻ രീതി കണ്ടിട്ടില്ല അതിനടുത്ത്. കാരണം നമ്മുടെ അടുത്ത ആള് എപ്പോഴും സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇന്ന വരെ ഈ 1.5 കൊല്ലമായിട്ടും സൈലന്റ് ആയിട്ടാണ് നിന്നേക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ അടുത്ത് അങ്ങനെ കാണിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ കൂടുതൽ നമ്മളിപ്പോ അടുത്ത് വന്നപ്പോ നമ്മളിപ്പോ കുളിപ്പിക്കുന്ന സമയത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വർത്താനാണല്ലോ. അത് സ്നേഹം കൂടുമ്പോ കാണിക്കുമല്ലോ. അത് എന്റെ ആനക്കാര് കയറി വരുമ്പോ അതിനറിയാലോ ആനക്കാരാ കയറി വന്നതെന്നും അതിനോടുള്ള സംസാരം സംസാരിക്കുക. നല്ല വർത്താനാണ്. എപ്പോഴും കിടന്ന് വർത്താനം പറഞ്ഞോണ്ടേ നിൽക്കുള്ളൂ. അതിപ്പോ ആര് വന്നാലും പുള്ളി വർത്താനം പറയാം അവരോട്. അത് പിന്നെ അധികം ആനകൾക്ക് ഇല്ലാത്തൊരു ശീലമാണ് അല്ലെ. വളരെ അപൂർവമാണ് അങ്ങനെയൊക്കെ കേൾക്കുന്നത്. പക്ഷെ അത് കാണുമ്പോ എന്ത് കാര്യം ഇവര് ചോദിക്കോ? എല്ലാം ചോദിക്കും. എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കും ആള്. അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ അത് ചോദിക്കും. എപ്പോഴെങ്കിലും ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ടൊക്കെ ഇരിക്കാറുണ്ടോ? എന്തെങ്കിലും പറയുമ്പോ ആളനുസരിക്കാൻ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഇന്നവരെ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങള് മുതലാളിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അതിന്റെ ഒരു കാണിക്കുവാണ്. അതിന്റെ ഒരു മുഷ്കാന കാണിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോ നമുക്കൊരു മുഷ്കുണ്ടല്ലോ, അത് കാണിക്കും. എന്നാലും അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പം അതിന്റേതായ ഒരു ആനയല്ലേ, കാര്യമില്ല. അപ്പൊ നിങ്ങളും സ്ഥിരം ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. പരിപാടിക്ക് പോകുമ്പോ നമ്മള് പുറത്ത് പോകും. മുതലാളിയെ കാണുമ്പോ എങ്ങനെയാ? മുതലാളിയോടും കുഴപ്പമില്ല ആൾക്ക്. പക്ഷെ ആരോടും ആനയ്ക്ക് അങ്ങനെ ഒരു ശല്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അവര് പുള്ളിക്ക് ഫുഡ് കൊടുത്താൽ മതി. വരുന്നവര് ഫുഡ് കൊടുക്കുക, അത്ര ഒരു ഇതേ ഉള്ളൂ. എന്തായാലും ഇഷ്ടമുള്ള സംഭവങ്ങൾ അങ്ങനെ അതിപ്പോ എന്ത് കൊടുത്താലും പുള്ളി തട്ടി കൊടുത്തോളൂ. അതിന്റെ അകത്ത് ഇല്ല, ഒന്നുമില്ല. എന്ത് കൊടുത്താലും കഴിച്ചോളൂ. നമ്മള് കഴിക്കുന്നത് എന്തുണ്ട് അത് എന്ത് കൊടുത്താലും കഴിക്കും. നിങ്ങള് ചോറൊക്കെ കഴിക്കുമ്പോ ഒരു ഉരുളയൊക്കെ ചോറ് അത് നമ്മള് കൊടുക്കൂലോ. അതാണല്ലോ നമുക്ക് ഇത് ഉണ്ടാക്കി തന്നെ. അത് പണിതാണല്ലോ നമുക്ക് ഉരുള ഉണ്ടാക്കി തന്നെ. ഉരുളായാലും നമ്മള് കൊടുക്കും. എത്ര പ്രായം ഉണ്ടാവും ഇതിനൊരു? 28 വയസ്സെടുത്ത് കാണും. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, 28 വയസ്സ്. ഇപ്പൊ നമുക്കറിയാം പല രീതിയിലുള്ള ആനകളുണ്ട്. പേര് കേട്ടത് ഒരിടത്തരം ആനകള്, തിടമ്പാന, അങ്ങനെ പറ്റാന എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല പല. അപ്പം കണ്ണനെ കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ കണ്ണനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ? മീൻസ് പൂരപ്പറമ്പുകളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു വേർതിരിവോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നവരെ നമ്മുടെ അടുത്ത് അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ആരും ഒരു അമ്പലത്തിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ എങ്ങനെ പോകുന്ന അതേ രീതിയിൽ ആനയെ നമ്മുടെ കൂടെ സെറ്റായിട്ട് നിന്നോളും. ആ കാര്യത്തിൽ കുഴപ്പമില്ല. പുള്ളിക്കാരൻ നമ്മളെപ്പോഴും കാണണം, എന്നെ എപ്പോഴും കാണണം. അത് കണ്ടോണ്ടിരിക്കണം. അല്ലെങ്കിൽ മാറുമ്പോ പുള്ളി ഞാൻ എന്തെന്ന് ചോദിക്കും. കൊടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കും ഞാൻ എന്തെന്ന് ചോദിക്കുകയാണ്. അത് പുള്ളിക്ക് നിർബന്ധമാണ്. കാരണം വെച്ചാൽ നമ്മള് നമ്മുടെ രീതിക്ക് ആക്കിയേക്കുവാണല്ലോ. കാരണം ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ അറിയില്ല, പറഞ്ഞു കേട്ടല്ലേ അറിവുള്ളൂ, നമുക്ക് കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ആള് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോ ആള് ഹാപ്പിയാ, ഒരു കുഴപ്പം, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും മടിയുള്ള കാര്യങ്ങളുണ്ടോ? ഒന്നിനും ഒരു കാര്യത്തിനും മടിയില്ല. നടക്കാനൊക്കെ അതൊക്കെ ഹൈ സ്പീഡില് നമ്മള് വല്ല സൈക്കിളൊക്കെ ഭയങ്കര സ്പീഡാ. കാരണം അതിന്റെ പ്രായം അതല്ലേ, അതിന് കുറ്റം വന്നിട്ട് കാര്യമില്ല. നമ്മുടെ പിള്ളേര് നമ്മളോട് ഇങ്ങോട്ട് വന്ന് വിളിക്കുമ്പം അങ്ങോട്ട് തുള്ളിച്ചാടിയല്ലേ പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഹൈ സ്പീഡ് പരിയാ എല്ലാ കാര്യങ്ങളും. തടിപ്പണിയാണെങ്കിലും അത്ര സ്പീഡിൽ നമ്മള് സ്പീഡിൽ എങ്ങനെ നടക്കണം ആ സ്പീഡിലാണ് നടക്കും. മുമ്പ് പണിയുണ്ടായിരുന്നു, തടിപ്പണിയുണ്ട്. എവിടെയായിരുന്നു അത്? കൂടുതലും മണ്ണാർക്കാട് സൈഡിലാണ് ഈ ആന നിന്ന്. പിന്നെ ഞാൻ തൊടുപുഴയ്ക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നിട്ടാണ് പരിപാടിക്ക് പോണത്. നാട് തൊടുപുഴ. കരിമണ്ണൂര്. കരിമണ്ണൂർ എന്ന് പറയുമ്പോ തന്നെ കരിമണ്ണൂർ ശേഖരൻ എന്റെ ആനയായിരുന്നു. ഞാൻ അത് കൊടുത്തു. അത് പാലക്കാട് വന്ന് ആന ചെരിഞ്ഞു പോയി. ആ ഒരു ഓർമ്മ പറയാവോ? അത് ഓർമ്മ വെച്ചാൽ അത് ആന വെല്ലാൻ പറ്റിയ ആന. അതിന്റെ തൊഴില് ഭയങ്കര തൊഴിലാണ്. അതായത് താന്നിട്ട് ആന മൊത്തം മടങ്ങിയിട്ട് ആന നിവർന്ന വിളിക്കണം. അത് വിളിയൊരു ഭയങ്കര വിളിയാ. അത് ഒരാനെ അങ്ങനെ വിളിച്ചിട്ടില്ല. അല്ലല്ല, അത് നമ്മുടെ കൈ കിട്ടുമ്പോ തന്നെ ആന അങ്ങനെയാണ്. അതിൽ ആന അത് പൂരപ്പറമ്പ് കയറിയിട്ടില്ലാത്ത ആനയായിരുന്നു.
പൂരപ്പറമ്പിൽ കയറാണ്ട് അങ്ങനെ നടന്നിട്ട് നമ്മളത് സെറ്റാക്കി എടുത്ത് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞപ്പോ ആന അങ്ങനെ തൊഴുത് വിളിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തൊഴുത് വിളിക്കാന്ന് അതാണ് ആ ആന ചെയ്യുന്ന പണിയാണ്. നമ്മളതിനെ കൊടുത്ത് ആന ചെരിഞ്ഞു പോവുകയും ചെയ്തു. എത്ര കാലമായിരുന്നു അത്? 6 കൊല്ലം എൻ്റെ ഉണ്ടായിരുന്നു. 3 കൊല്ലം തടിപ്പണിയായിട്ട് നടന്നു, പിന്നെ 3 കൊല്ലം എഴുന്നള്ളപ്പായിട്ട്. ഈ തടിപ്പണിയിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് എഴുന്നള്ളപ്പിലേക്ക് വരുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടൊന്നുമില്ല. അതുങ്ങൾക്ക് ആച്ചല്ലേ അത്, മറ്റേത് കടിച്ചു വലിക്കല്ലേ. ഇതാകുമ്പോ ചുമ്മാ പൂരപ്പറമ്പ് നമ്മളിപ്പോ കൊത്തിയിട്ടേക്കും പോലെ ഇതേപോലെ കൊത്തിയിട്ട് നിന്നാ മതി. അതിന് പിന്നെ രാവിലെ വെയിൽ ഉറക്കുമ്പം തലക്കെട്ട് അഴിച്ച് ആനയെ മാറ്റി വിടുന്നു. പിന്നെ വെയിൽ താന്നു കഴിഞ്ഞിട്ടാണല്ലോ. അതിനൊരു ആച്ചുണ്ട്, കുഴപ്പമില്ല. അതിനൊക്കെ ശരിക്കും ഇപ്പോഴേ, അതായത് ഇപ്പം ആനകൾ ഇപ്പൊ പല ഉത്സവ വിരോധമുള്ള ആളുകൾ, അതായത് ആനയെ ഉത്സവത്തിന് കൊണ്ടുപോകുന്നതൊക്കെ വേണ്ട, വിലക്കണം, അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയുന്ന കുറെ ആളുകൾ വിഭാഗമുണ്ട്. സത്യത്തില് ആന ഒരു ഉത്സവത്തിന് പറയുമ്പം ആന ഇല്ലാതെ നമുക്കൊരു ഉത്സവത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല അല്ലേ? പക്ഷെ അവരെ സംബന്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടല്ല. അവർക്ക് ബുദ്ധിമുട്ടില്ല. അവരെന്തായാലും പകല് കിടന്നുറങ്ങൂല. പകൽ എന്തായാലും ഇതുങ്ങൾ കിടന്നുറങ്ങൂല. അപ്പൊ അതുങ്ങൾ പകല് ഉത്സവപ്പറമ്പിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഉടമസ്ഥന്റെ വീട്ടിലാണെങ്കിലും നിക്കുള്ളൂ. വൈകുന്നേരമായി കിടന്നുറങ്ങും. വൈകുന്നേരം ആകുമ്പോ കിടന്നുറങ്ങുള്ളൂ. അപ്പൊ അതുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. അതൊരിക്കലും അതുങ്ങൾക്കൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് പറയാനുള്ള ചില തലക്കെട്ട് കിട്ടിക്കുമ്പോ പിന്നെ കുറെ ആൾക്കാർക്ക് കൊമ്പേ പിടിക്കണം, അവിടെ തുറന്ന് ഇവിടെ തുറന്ന്, അത് എല്ലാ ആൾക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അവർക്ക് അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് അങ്ങനെ പറയുന്നവരോട് ജസ്റ്റ് അതൊരു ഒരു ചോദ്യമായിട്ട് ചോദിച്ചേ ഉള്ളൂ. കാരണം അതാ നിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടല്ലല്ലോ. അതെ. പിന്നെ അങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോ എന്തോരം സ്നേഹമാണ് ഒരു ആനയ്ക്ക് കിട്ടുന്നത് അല്ലേ? പിന്നെ അതുങ്ങൾക്ക് തിന്നാൻ കിട്ടൂലോ. ഇഷ്ടംപോലെ നമ്മള് തലക്കെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് പഴം, ശർക്കര, അവല് എല്ലാ സാധനവും. അതൊരു ഉത്സവത്തിന് പോവാതെ വെറുതെ ഒരു പറമ്പിൽ നിൽക്കുവാണെങ്കിൽ ഒരിക്കലും കിട്ടില്ല. അപ്പൊ അതെനിക്കൊരു സന്തോഷം. അതെ തീർച്ചയായിട്ടും. ഇപ്പം എത്ര കാലമായി ആനക്കാരനായിട്ട്? ഞാൻ 16 വയസ്സിൽ തുടങ്ങിയ. 16 വയസ്സ് തുടങ്ങി. ഇപ്പൊ 43 വയസ്സുണ്ട്. ഇപ്പൊ 43 വയസ്സ്. കണ്ട പറയില്ലെങ്കിലും ലുക്കില്ലാന്നുള്ള വക്കീലാന്ന് ഏതായിരുന്നു ആദ്യത്തെ ആന? ആദ്യത്തെ ഒരു പിടിയാനായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്തൊരു ലൈല എന്ന് പറഞ്ഞൊരു പിടിയാന. ലൈല. അത് നമ്മുടെ എന്റെ ഫാദർ ആനപ്പണിയാ. അപ്പൊ അങ്ങനെ ആനയുടെ മോളിൽ കയറാനുള്ള കൊതി കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഫാദറിന്റെ കൂട്ടത്തിൽ പോയി. ഞാൻ അത്തിച്ചിന്നാ വിളിക്കുന്നത്, അതായത് അത്താന്നാ ഞാൻ വിളിക്കുന്നത്. അത്തിച്ചിയുടെ കൂട്ടത്തിൽ പോയി അന്ന് മരത്തെ കയറും, ഇന്നും മരത്തെ കയറും, ഇപ്പോഴും കയറും, ഏത് മരത്തിലും കയറും. കാരണം ഒരു ആൾക്കാരുടെ സത്യം പറഞ്ഞാൽ ആനെ കൊണ്ടുനടന്നിട്ട് കാര്യമില്ല. അതിന് 10 മനക്ക് വെട്ടി കൊടുക്കണവനാ. ഇപ്പോഴും മനം കയറും, ഏത് മനയിലും കയറും. അത് നമ്മുടെ പിള്ളേരെ, ഇവിടെ ഉള്ള പിള്ളേരെ, അത് ഇവിടെ നമ്മുടെ ആനയെ കഴുകാനും അത് ആനയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ആനയെ തുറണം, പിടിക്കണം, ആനയെ കഴുകാൻ കൂടണം. അങ്ങനെ ഒത്തിരി ഇതുള്ളതുകൊണ്ട് ആ പിള്ളേര് തുടങ്ങി ലാസ്റ്റ് കേളശ്ശേരിയിലായി ഇപ്പൊ നിൽക്കും. കൊമ്പൻ നമ്മുടെ തേക്കുംതോട്ടം എരിമേലിയില് അവരുടെ 3-4 ജാന കയറി. ഒന്ന് അടാട്ട് പരമു, ഗംഗാധരൻ, പിന്നെ ഏതാ അവരുടെ ഒരു മൊഴാന, അവരുടെ മീരപ്പിടിയാന, നീരി കെട്ടുന്ന ഒരു പിടിയാനുണ്ട്. അത് അവരുടെ കമ്പനിയിലല്ല. പിന്നെ പഴയ ബോക്സിങ്ങളിൽ ഉണ്ണികൃഷ്ണാന അത് കയറി. പിന്നെ തൊടുപുഴ 2-3 ആന കയറി. നമ്മൾ ഒത്തിരി കയറി. ഇപ്പൊ ഈ മോഴാനകൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതറിയാത്തവരും ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ഇപ്പൊ മോഴാന എന്ന് പറയുമ്പോ എന്താണ്? അതിന് കൊമ്പുണ്ടാവില്ല. അല്ല, വേറെ സ്വഭാവത്തിൽ ഒത്തിരി വ്യത്യാസം ഉണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസം? നമ്മളോട് അത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. മഴയാനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളും. മറ്റുള്ള ആനകളാണെങ്കിൽ ഇതെന്താ ഇതിന്റെ പേര് പറഞ്ഞാൽ ശിഖിണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോ അതിന് എപ്പോഴും കലിപ്പായിരിക്കും, ദേഷ്യമായിരിക്കും. അപ്പൊ ശരിക്കും മറ്റുള്ള ആനകളെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഭയങ്കര ഗൗരവമായിരിക്കും എപ്പോഴും. അതായത് ഭയങ്കര എന്താ പറയണ, വാശി കൂടുതലായിരിക്കും. മറ്റുള്ള ആനകളെ സംബന്ധിച്ച് വാശി കൂടുതലാണ് മോഴയാനകൾ. കാരണം അത് എന്താ പറയണ, അതിൻ്റെതായ ഒരു രീതി അത് കാണിക്കും നമ്മളോട്. നീര് ശിവരാത്രി കഴിഞ്ഞിട്ട് ആന കിട്ടണം. ശിവരാത്രി അതിലൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നോർമൽ ആനകളുടെ പോലെ തന്നെ അല്ലെ? നീരുകാലം ഒലിക്കുന്നതും അതൊക്കെ അതേപോലെ തന്നെ നടക്കും. ഒലിവുണ്ടാവും. ആണാണ്, പക്ഷെ
ആണുങ്ങളുടെ മീശ ഇല്ലാത്തവരെന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കൊമ്പില്ല. ഇത് തേറ്റേന്റെ, ഇത് കൊമ്പെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, തേറ്റല്ല. പക്ഷെ എന്തായാലും കണ്ണനെ കാണാൻ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. കാര്യം ആ മുടിയൊക്കെ കണ്ടില്ലേ, ആ മുടി അതിലുണ്ടായിരുന്നു, അത് കുറെ പൊഴിഞ്ഞു പോയിരുന്നു ഒരു സമയത്ത്. ഇവന് മുടി കൊഴിച്ചിലുണ്ട് കേട്ടോ. ആ മുടി കൊഴിച്ചിലല്ല, അല്ലാണ്ട് കൊഴിച്ചു കളഞ്ഞ ആൾക്കാര്, കൊഴിച്ചു കളഞ്ഞ ആൾക്കാര്. അത് ഇതിനു മുമ്പ് വേറെ പാർട്ടി കയറിട്ടന്മാര് കളഞ്ഞത്. തന്നെ കൊഴിഞ്ഞ് രണ്ടാമത് വളർന്നു വന്നത് ഇതിലും ഉണ്ടായിരുന്നു. അതേപോലെ ആവുമായിരുന്നു, അതേപോലെ ഉണ്ടായിരുന്നു. ആദ്യം എന്റെ കിട്ടുമ്പോ അങ്ങനെയായിരുന്നു. ഇടയ്ക്ക് നമ്മളൊന്ന് മാറിപ്പോയി. അതിന്റെ പിന്നെ വേറെ ആൾക്കാർ കയറിയപ്പോ അപ്പൊ കണ്ണന് എന്തായാലും ആ കൊമ്പിന്റെ ആണ് ഒരു കുറവ്. അല്ല, ഭംഗിയുണ്ട് ആനയൊക്കെ. അതെ അതെ, ഭംഗിയുള്ള ആന തന്നെയാണ്. സ്നേഹമുണ്ട്, അതിലേറെ ദേഷ്യമുണ്ട്. നമ്മൾ എങ്ങനെ നിക്കണോ അതേപോലെ നമ്മുടെ കൂടുതൽ നിൽക്കണം. നമ്മുടെ പിള്ളേർ എങ്ങനെയാണോ ആ രീതിയിലേ വരുള്ളൂ. എന്താ രാവിലെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ രീതി? അടുത്ത് ചെല്ലുമ്പോ ആള് നമ്മളെ കാണുമ്പോ തന്നെ കാറിക്കൂവി ആ സ്നേഹം ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കും. ഞാൻ ഉറക്കത്തിന് എഴുന്നേറ്റാൽ ഇവരുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഫസ്റ്റ് ആന തറി കയറുള്ളൂ. തറി കയറി ചുറ്റും പോവും, ചുറ്റും നടന്നു നോക്കും ഞാൻ. നമുക്കറിയാം എന്തെങ്കിലും പാളിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാലും ഞാൻ ആദ്യം അതിനോട് തറി കയറും. എന്തെങ്കിലും അറ്റകുറ്റങ്ങളുണ്ടെങ്കിൽ ആന അപ്പൊ എന്നെ കാണിച്ചു തരും, എന്നെ കാണിച്ചു തരും. അതാണ് തലേദിവസം നടന്ന് എന്നോട് കാണിച്ചു തരും. എന്നിട്ട് അടി കൊടുത്തവരെ എന്നോട് പറയാം. അതപ്പൊ തന്നെ അത് ഞാൻ കാണാത്തടത്താണെങ്കിൽ ആന എന്നെ കാണിച്ചു തരും. അതിനൊക്കെ ഭയങ്കര സ്നേഹം, നല്ല സ്നേഹമുണ്ട്, അതിലേറെ കോപമുണ്ട്. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ തെറ്റുന്നത്? എന്റെ അടുത്ത് തെറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പിണക്കം ഇന്നവരെ ഉണ്ടായിട്ടില്ല. പുള്ളിയായിട്ടൊരു പിണക്കം ഇന്നവരെ അതിന്റെ കിട്ടിയിട്ടില്ല. കിട്ടിയ കാലം തൊട്ട് ഇവിടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ വാറഴിച്ച് കളഞ്ഞ ആന രണ്ടു പേർക്ക് നമ്മളത് വന്ന് 10 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇതിനു മുമ്പ് കയറിയ ആൾക്കാരും എന്നോട് പറഞ്ഞു, കേസ് കഴിഞ്ഞ പോലെ ഒരു ചെറിയ കേസുണ്ട്, ആന വാറഴിച്ചാൽ തറയിൽ കയറ്റിക്കില്ല കേട്ടോ. അത് ശരിയാന്ന് പറഞ്ഞു. അപ്പൊ 2 പേർക്ക് വാറഴിച്ച് കേട്ട് 3-ാമത്തെ പേർക്ക് വാറ അയക്കാൻ വേണ്ടിട്ട് കെട്ടിയ. അപ്പൊ 3-ാമത്തെ പേർക്ക് കുഴപ്പമില്ലായിരുന്നു. 2 പേർക്ക് കൊണ്ട് നമ്മളത് സെറ്റാക്കുപോയത്. ഓക്കെ. അപ്പം എന്തായാലും അവനെ കുറുമ്പ് കാണിക്കുമ്പോ തീർച്ചയായിട്ടും അത് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. നാളെ അത് ആവർത്തിക്കാൻ പാടില്ല. ആനക്ക് ആ തെറ്റിന്റെ സമയത്താണ് അത് തിരുത്തേണ്ടത് അല്ലേ? പറയൂ, ഇനി 2ാം ചട്ടം ആരാണ്? ഇവിടെ പ്രഭു എന്ന് പറയും, ലാലൂര് പ്രഭു. ഓക്കെ, ലാലൂര് പ്രഭു. ആ ചേട്ടനെ പരിചയപ്പെടാം അല്ലേ? ഇതാണ് പ്രഭുചേട്ടൻ. നമസ്കാരം. എന്താണ് കണ്ണനെ കുറിച്ച് പറയൂ? കണ്ണനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ആള് നല്ലൊരു കുട്ടി തന്നെയാ. നല്ല കുട്ടിയാ? ഇങ്ങനെ വാശി, പിണക്കം അങ്ങനെയൊക്കെ ഉണ്ട്? അത് പിണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തന്നെയാ. എങ്ങനെയാ അപ്പൊ ആ സമയത്ത് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇക്കനെ വിളിച്ചാൽ മതി. ഇക്കനെ വിളിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആന കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പിണങ്ങി മാറി പോകണമെന്ന് പറഞ്ഞാൽ ഇക്ക എവിടെയാ ഇക്കനെ വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നെ
അത് ശരി. ഈ കുട്ടികളോട് ഈ എന്താ പറയാ പോലീസുകാരന് ചോറുണ്ട് എന്നൊക്കെ പറയണ പോലത്തെ അത് വല്ലാണ്ട് മുഷ്ടിയാ മാത്രമല്ലോ, വല്ലാണ്ട് മുഷ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് ചിലപ്പോ ഞാൻ പറയും ഞാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും ഇക്ക വരണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കരെ ബൈക്കിന്റെ സൗണ്ട് കേട്ടാലും മതി, എല്ലാ കാര്യങ്ങൾക്കും ആള് നല്ല ഡീസന്റാ. ആണല്ലേ? അത് ശരി. അപ്പൊ നല്ല പേടിയുണ്ട് കേട്ടാ ഇക്കനല്ലേ? പേടിയല്ല, ആളുടെ പ്രത്യേക ബഹുമാനവും സ്നേഹമുണ്ട്. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇതേ പറഞ്ഞ പോലെ കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടോ? 2-3 വട്ടമൊക്കെ ആള് കുളിക്കാനൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ടാങ്കിലേക്ക് കയറാൻ സമയത്ത് എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. 2 വട്ടം ഞാൻ ഇക്കനെ വിളിച്ചു വരുത്തി, കയറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആള് പിന്നെ കുഴപ്പമില്ല, പിന്നെ എല്ലാ കാര്യത്തിനും കുഴപ്പമില്ല. മുസ്ലിം കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ നോക്കണം. മൂന്നാമനൊക്കെ വന്നിട്ട് ചങ്ങലൊക്കെ എന്തായാലും മുസ്ലിം ഞങ്ങള് 2 പേര് മാത്രമേ ആനയുടെ അടുത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ. വേറെ ആരും വന്നിട്ട് ഒന്ന് തുറന്നു എനിക്ക് ഇഷ്ടമില്ല. ഭയങ്കര പ്രത്യേക ഒരു വാശിയാണ് എനിക്ക് അതിനൊക്കെ. ചേട്ടന്റെ ആദ്യത്തെ ആന ഏതായിരുന്നു? എന്റെ ആദ്യത്തെ ആന ഞാൻ പണിക്ക് ഇറങ്ങുന്നത് ചൂണ്ടല് രാജീവനാനയാണ്. ചൂണ്ടൽ രാജീവ്. അത് എത്ര കാലം മുമ്പാ? കാലം കുറച്ച് 10-12 വയസ്സിലാ. 12 വയസ്സോ? 40 വയസ്സായി. അപ്പം ആദ്യത്തെ അതായിരുന്നു? ആദ്യത്തെ ആന അതായിരുന്നു, ആശാനാന രാജീവനാന, ചൂണ്ടൽ രാജീവനാന. അപ്പൊ ഇതിപ്പം എത്രാമത്തെയാണ്? ഇതിപ്പോ ചുരുങ്ങിയൊരു 10-24 ആന. 24? എന്നാ ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടമുള്ള ആന ഏതാ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്ന ആനകളൊക്കെ നമ്മുടെ മക്കളെ പോലെയാ. നമ്മൾ നിൽക്കുന്ന ആനകളൊക്കെ അല്ല, ഭംഗി കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടൊക്കെ നമുക്കൊരു ഭയങ്കര തോന്നിയിട്ടുള്ളത് ഇപ്പൊ തിരുവണിക്കാവ് ആന, വളരി ആന, ആനകളൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. പിന്നെ മറ്റുള്ള ആനകളും ഇഷ്ടക്കുറവൊന്നും, അതെ അത് ശരിയാണ്, ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലത് നമുക്കൊരു കേറണം എന്ന് തോന്നിയ ആനകള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇപ്പൊ ആനകള് വല്ല ആനകളും നമുക്ക് നോക്കണമെന്നുണ്ട്. എനിക്ക് ഞാൻ കൂടുതൽ തിരുവണിക്കാവ് ആനയ്ക്ക്, രാജഗോപാലൻ ആനയ്ക്ക്, വളരി ആനയ്ക്ക് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും കണ്ണൻ വെറുതെ നിൽക്കുമ്പോ എന്താ പുള്ളി ചെയ്യാ? അതായത് ഇപ്പൊ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ വർത്താനം പറയണ ഒരുപാട് കണ്ടല്ലോ, തന്നെ നിൽക്കുമ്പോഴും ഇതേപോലെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമോ? അത് നമ്മള് വിളിക്കും, നമ്മൾ കാണാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയുള്ളതൊക്കെ നോക്കിട്ട് ചോദിച്ചു വിളിക്കും. അത് വിൽക്കാനെ കണ്ടാൽ മാത്രം അത് വിളിക്കാൻ നിൽക്കില്ല, ഇങ്ങനെ കൊഞ്ചാനം പിടിക്കാനും നിൽക്കില്ല. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അവിടെ ഒരു പട്ടയുണ്ടെങ്കിൽ പട്ടയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുണ്ടാണ്ടിരിക്കും. എന്താ രാവിലത്തെ ഭക്ഷണം പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അവലും അതൊക്കെ കൊടുക്കാറുണ്ട്, അവലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ചോറ്, ഉച്ചരിഞ്ഞിട്ട് ചോറ് കാര്യങ്ങള് അതൊക്കെ കഴിക്കാൻ എങ്ങനെയാ? അത് കുഴപ്പമില്ല. 5 മണിയാകുമ്പോഴേക്കും ആള് വിളിക്കും, ചോറിന്റെ സമയമാകുമ്പോഴേക്കും. സമയമൊക്കെ കറക്റ്റായിട്ട് അറിയാം. ഉറക്കമൊക്കെ എങ്ങനെയാ? ഉറക്കപ്പോ നമ്മളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആള് വിശ്വാസത്തില് ഒരു 8-9 മണിയാകുമ്പോഴേക്കും നമ്മളവിടെ ആന്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആനക്കാരെ ആന്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സുഖമായി കിടന്നുറങ്ങും. ഇതിനാണ് മുപ്പോടെ ഈ തറിയിൽ ആന കിടക്കാറില്ല എന്നാ പറഞ്ഞ കേട്ടെ. ഇവിടെ കിടക്കാറില്ല. ഇപ്പൊ ഞങ്ങളുള്ളവർക്കിപ്പോ ആന ഞങ്ങളുടെ റൂമിലുണ്ടെങ്കിൽ 8-9 മണിയാകുമ്പോഴേക്കൊക്കെ ആള് സുഖമായി കിടന്നുറങ്ങും. നേരത്തെ എഴുന്നേൽക്കോ? അത് നമ്മളിപ്പോ എനിക്ക് മുപ്പോഴേക്കാളും എനിക്ക് അപ്പൊക്ക് വിളി തുടങ്ങും. നമ്മള് വിളിച്ച് നമ്മള് എനിക്കുമ്പോഴേക്കും പോയി പട്ടിട്ട് കൊടുക്കാം. ആരാ അത് നേരത്തെ നീക്കാറ്, നിങ്ങളാണോ? ആനറ്റും ആനറ്റുണ്ട്. നമുക്ക് പരിപാടിയുള്ള പരിപാടി ഇല്ലാത്ത സമയത്ത് നമ്മൾ റൂമിൽ കിടന്ന് ഉറങ്ങാണെന്നുണ്ടെങ്കിൽ ആളെ അനുസരിച്ച് വിളിക്കും. അപ്പൊ വിളിക്കുമ്പോ പോയി അനുസരിച്ച് പോയി പട്ടിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സമാധാനം ആൾക്ക്. അപ്പൊ ഇവിടെ തന്നെയാണ് കുളിപ്പിക്കല്. പിന്നെ ഇത് നല്ലൊരു തണലും കാര്യങ്ങളും ഉള്ള, പിന്നെ ആനയ്ക്കും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനിയിപ്പോ എന്നാ പരിപാടി ഉള്ളത്? പരിപാടി 15-ാം തീയതി തൊട്ടുണ്ടെന്ന് പറഞ്ഞ. 15-ാം തീയതി. അപ്പൊ എന്തായാലും എല്ലാ ആനക്കാരും അല്ലെങ്കിൽ ആനകളും ഒക്കെ ബിസി ആയിട്ട് നടക്കുന്ന സമയമാണ് അല്ലെ? നമുക്ക് ഇന്ന് 12-ാം തീയതി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതാ. അതിലിപ്പോ എന്താണോ വ്യക്തമായിട്ട് അറിയില്ല എന്ത് സംഭവം എന്നുള്ളത്. പരിപാടിക്കൊക്കെ പോവാൻ ഇഷ്ടല്ലേ? ഓ, പരിപാടിക്കൊക്കെ പോവാൻ ഇഷ്ടാ. ആനപ്പുറക്കാര് മുകളിലിരുന്ന് തുള്ളണമെന്നൊന്നും വല്ലാണ്ട് ഇഷ്ടമില്ല ആൾക്ക്. ആണോ? ആനയുടെ പുറത്ത് കയറി ഇരിക്കുന്ന ആൾക്കാര് കിടന്ന് കുറെ തുള്ള മര്യാദയ്ക്ക് ഇരിക്കാണ്ട് അഭ്യാസം കാണിച്ച് ഇറങ്ങി വരുമ്പോ ആള് കാലുകൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കാനൊക്കെ നോക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. അവരിറക്കി വിടുമ്പോ നമ്മൾ നോക്കണം. അവര് മുകളിലൊക്കെ അഭ്യാസം കാണിക്കുകയാണെങ്കിൽ താഴെ വരുമ്പോ കിട്ടും. അത് നമ്മളോട് പാപ്പനോട് നമ്മളോട് രണ്ടോട് പറയും ചെയ്യാനാ. മുകളിൽ കുളിക്കുമ്പോ ആന ചോദിക്കും, മുകളിൽ വല്ലാണ്ട് അഭ്യാസം ഉണ്ട്. അപ്പൊ നമ്മൾ പറയും അടങ്ങിയിരിക്കലാന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പമില്ല. അത് നമ്മളോട് ചോദിക്കും. നമ്മളോട് കാര്യങ്ങൾ പറയാള് ഇതൊക്കെ ചെയ്യണ്ടേ അതൊക്കെ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മളോട് പാപ്പന്മാരോട് ചോദിക്കാനാ. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പൊട്ടാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോട് അത് ചീറ്റ
അപ്പൊ നമ്മള് ചാച്ചിക്കോളം പറഞ്ഞ മാത്രം ചക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോക്കി എടുക്കട്ടെ. ചക്ക അങ്ങനെ പോകുമ്പോ കിട്ടിയോ? അങ്ങനെ നമ്മളടുത്ത് നോക്കിയാള് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചോദിക്കുള്ളൂ, അല്ലാണ്ട് ചോദിക്കുന്നില്ല ആള്. ചോദിക്കുമ്പോ എടുത്തോളം പറഞ്ഞാൽ എടുക്കും, അല്ലാണ്ടൊന്നും പറഞ്ഞില്ല. ഈ ഉത്സവത്തിന് പോകുമ്പോ ചക്ക അതുപോലെ തന്നെ പണിയുടെ കാര്യങ്ങളായാലും പണി നമുക്ക് പറഞ്ഞു തരും. നമ്മളിപ്പോ ഇങ്ങനെ കാല് കാണിച്ചു കഴിഞ്ഞാൽ ആന പറയാം അങ്ങനെയല്ല എടുക്കേണ്ടത് ഇങ്ങനെ എടുക്കണ്ടത് എന്നുള്ളത്. അതിലൊക്കെ എടുക്കണ അതിലൊക്കെ നല്ല കാര്യങ്ങളാ. അപ്പൊ എന്തായാലും സന്തോഷം. കുറച്ച് വിശേഷങ്ങള് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ഇവിടെ ഇന്നല്ലേ വീട്ടിലാലൂര്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം കണ്ണന്റെ വിശേഷങ്ങൾ പറഞ്ഞതില്. ഇനി നമുക്ക് ഇവിടെ കുറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 2 പിള്ളേരുണ്ടല്ലേ, അപ്പൊ നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ആനയെ കുളിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ 2 പിള്ളേരെ ഇവിടെ ശ്രദ്ധിച്ചു. അപ്പൊ അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എന്തായാലും ആനക്കാരല്ലാന്ന് മനസ്സിലായി. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരല്ലേ? പേരെന്താ? അതുൽ. ഇവിടെ തന്നെയാണോ വീട്? എവിടെയാ? ഇവിടെ അടുത്ത്. ഓക്കെ. പേര്? എന്റെ പേര് സായന്ത് കൃഷ്ണ. നിങ്ങള് ചേട്ടനാ? ചായ ഉണ്ടല്ലോ. കൂട്ടുകാരാണ്. പേര്? സായന്ത് കൃഷ്ണ. അപ്പൊ ഇവിടെ ഇപ്പം കണ്ണനെ കാണാൻ വന്നു തുടങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? അതിപ്പോ ആന വന്ന സ്ഥലം തൊട്ട് ഉണ്ട്. നിങ്ങളുണ്ട്? കണ്ണന്റെ ഒരു പ്രത്യേകത പറഞ്ഞേ. കണ്ണന്റെ പ്രത്യേകത നിങ്ങളുടെ അടുത്തൊക്കെ കുറുമ്പ് കാണിക്കുന്നുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്യും അത് ചോദിക്കട്ടെ. പട്ടിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും, അങ്ങനത്തെ. വട്ടിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും, പരമപ്രധാനമായ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ എന്തൊക്കെ ചെയ്യും? ഇടയ്ക്ക് തീറ്റ പഴക്കം വാങ്ങിച്ചു കൊടുക്കും. ആണോ? നിങ്ങളെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയോ? നിങ്ങളെ കാണുമ്പോ എപ്പോഴേലും നിങ്ങളോട് തീറ്റ ചോദിക്കാറുണ്ടോ? ഇടയ്ക്ക് ചോദിക്കും. അപ്പൊ കൊടുത്ത് നിങ്ങളെ ആനയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അല്ലേ? എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കുറുമ്പായിട്ടാ നിക്കണേന്ന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ അങ്ങനെ ചെറുതായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പോവാറുന്നില്ല. അങ്ങനെ പോകില്ല. ഓക്കെ, അപ്പൊ വേഗം നമ്മുടെ ഇക്കനെ വിളിക്കോ? വിളിക്കോ? ഓക്കെ. അപ്പം എന്നും ഇവിടെ ഉണ്ട്. പഠിക്കണ്ട? ഞാൻ നിർത്തി. അപ്പൊ എത്ര വരെ പഠിച്ചു? അയ്യോ, ഇത് ശരിയല്ല. അടുത്തോട്ട് പോവും. ഒരു കൊല്ലം ഗ്യാപ്പ് എടുത്തിരിക്കാതെ. ഇവിടെയോ? ഞാൻ +1. എന്നിട്ട് ഇപ്പൊ പോണ്ടോ? പോണ്ട്. പഠിപ്പൊന്നും മുടക്കരുത്. ആനയോടുള്ള ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോട്ടെ. ആനക്കെല്ലാം കഴിക്കാനൊക്കെ കൊടുക്കണം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും പരിപാടി അവസാനിപ്പിക്കാൻ പോണി. പിള്ളേര് നിങ്ങളെ എപ്പോഴും ഇവിടെ ഉണ്ട്, ഏത് സമയത്ത് ഇവിടെ ഉണ്ട്. 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ട് അവന് പൊക്കോളം പറഞ്ഞിട്ടുണ്ട്, നിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിക്കണ്ടെന്ന്. ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആനപ്രേമം മതി എന്ന് പറഞ്ഞു. ചേട്ടൻ എത്ര വരെ പഠിച്ചു? ഞാൻ അന്ന് 9 വരെ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ചാടി പിന്നെ ഇതിനുള്ള ഭ്രാന്ത് മൂത്താ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്ന് അപ്പൊ പോണ്ട പറഞ്ഞില്ലേ? പിന്നെ അവര് പറഞ്ഞാലും നമ്മള് നിക്കില്ലല്ലോ. അയ്യോ, ഞാൻ നേരത്തെ കുടുംബം ഒന്നും ചോദിച്ചില്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടില്? ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി +2 പഠിക്കുന്നു, അത് പെൺകുട്ടി. രണ്ടാമത്തെ ആള് ഒരാൺകുട്ടി, അത് 9 പഠിക്കുന്നു. മൂന്നാമത്തത് 3 പഠിക്കുന്നു. 2 ആണും ഒരു പെണ്ണും. അവർക്കൊക്കെ ഉണ്ടോ ആനപ്രേമം? ഉണ്ടോ? ഉണ്ട്. തൊടുപുഴയിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? അവിടെ ഉണ്ട്, തൊടുപുഴ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെയും സഹായിക്കാൻ ഇതുപോലുള്ള പിള്ളേരുണ്ട്. എവിടെയായാലും ആനകളുണ്ടെങ്കിൽ അവിടെ പിള്ളേരുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഇതുപോലെ ജീവൻ കൊടുത്ത് എല്ലാ ദിവസവും വരാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഉച്ച താമസിച്ചാൽ അപ്പൊ തന്നെ വിളിക്കും. ഒരു 10 മിനിറ്റ് താമസം കൊണ്ട് വന്നേക്കാട്ടോ, 1/2 മണിക്കൂർ താമസം. എന്താ അവർക്ക് കൊടുക്കണേ? നമ്മള് അത് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഞാൻ ചോദിക്കട്ടെ. എന്താണ് ഈ കഥ തരുന്നത്? നിങ്ങക്ക് പറയും. സ്നേഹം. എന്റെ പൊന്നോ, ഇവിടെ എനിക്ക് വയ്യ. സ്നേഹം അവിടെ മാറിക്കോരി കൊടുക്കണം. അതേ നമുക്ക് കൊടുക്കാനുള്ളൂ. അത് നമ്മള് കൈയും കൊട്ടയും നിറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫുഡ് ഞാൻ മേടിച്ചു കൊടുക്കും. അമ്മര് കഴിക്കാൻ താല്പര്യമില്ല, എന്നാലും ഞാൻ വിളിച്ചിട്ട് പോയി മേടിച്ചു കൊടുക്കും. നമ്മുടെ കൂടുതൽ എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ.
ഓക്കെ, അപ്പൊ എന്തായാലും കണ്ണന്റെ വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചല്ലോ, ഒരുപാട് സന്തോഷം. അങ്ങനെ പരിപാടിയൊക്കെ കാണാറുണ്ടല്ലോ? ഓ തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും കാണുക, ഇതേ പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. എന്തായാലും സന്തോഷം. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ കണ്ണൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എപ്പിസോഡിലും, അതായത് ഓരോ ആനകളെ ചിലപ്പോൾ നമുക്ക് ഓരോ ആനയും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഈ ആനയെ നമുക്ക് പറഞ്ഞു തന്നതും കോണ്ടാക്ട് നമ്പറൊക്കെ തന്നതും ഹരീഷാണ്. അപ്പൊ ഹരീഷിന് സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. എന്താ